30 സിനിമ ശബ്ദിച്ചു ബാലൻ. പിന്നെ നായകന്മാരുടെ പരമായി. പക്ഷേ ലക്ഷണമൊത്ത നായകൻ എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് തിക്കുറിശ്ശി സുകുമാരൻ നായർ സാറോട് കൂടിയാണ്. തിക്കുറിശ്ശി സാർ നായകനായിരുന്ന കാലം എന്ന് പറഞ്ഞ അന്നത്തെ നായകൻ രണ്ടാം മുണ്ടാണ്. ഇപ്പോഴും നിങ്ങളുടെ പഴയ വീടുകളിൽ പോയാൽ കാണാം, വീട്ടിലെ കാരണവരെ പടം ബ്ലാക്ക് ആൻഡ് വൈറ്റില് ഇങ്ങനെ നടുക്ക് മാത്രം പിന്നീട് ഇങ്ങനെ അല്ലേ ഇങ്ങനെ ഇരിക്കുന്ന കാണാം രണ്ടാം മുണ്ട്. അത് അന്നത്തെ ഏറ്റവും സുന്ദരപ്പെട്ട അപ്പമായിരുന്നു രണ്ടാം മുണ്ട്. ഇന്നുണ്ട്, ഇന്ന് എത്രയോ ഉള്ളൂ എന്ന് മാത്രം, അത്രേ ഉള്ളൂ. ഇത് ഇട്ടിട്ടാണ് നമ്മുടെ നാട്ടിൽ 45 ഡിഗ്രി ചൂടിൽ ഓരോ അപ്പൊ തിരുസൻ നായകനായിരുന്ന കാലം എന്ന് പറഞ്ഞാൽ 50കളാണ്. 50കളിലെ നോക്കൂ, ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നോക്കൂ, നീ അമ്മു ഭവാൻ അവിടുന്ന് എനിക്ക് ഇങ്ങനെയായിരുന്നു. ഒന്നും വിളിക്കില്ല. എന്റെ ബന്ധത്തിൽപ്പെട്ട ഒരു അമ്മൂമ്മ പറഞ്ഞിട്ട് ആ അമ്മൂമ്മ അവരുടെ ഭർത്താവായ അപ്പൂപ്പനെ കണ്ടത് 3 കുട്ടികളുണ്ടായതിനു ശേഷം. കാരണം അത് അങ്ങനെയാണ്, മോത്ത് നോക്കില്ല, എടുത്തു വെച്ചിട്ടുണ്ട്. 60കളിലും 70കളിലാണ് ചേട്ടാവിളി തുടങ്ങിയത്. അങ്കമാലിയിലും തൃശ്ശൂരൊക്കെയുള്ള നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകളെ ഭർത്താവിന് ഇപ്പോഴും അല്ലേ ചേട്ടാവിളി. ആ ജീവിതം നാം പ്രയോഗിച്ചാണ് സിനിമയിൽ കണ്ടത്. ഷീലയൊക്കെ അന്നത്തെ സിനിമയിൽ ചേട്ടാ പൊന്നി ചേട്ടാ ചേട്ടൻ ഈ ആ മുഖഭാവം കാണുമ്പോഴും അന്ന് വെയിലടുത്ത് നിന്നുകൊണ്ട് എന്നെ വെറുതെ എന്തിനാണ് നോക്കിയത് എന്റെ ചേട്ടാ. ചേട്ടാവളിയിൽ മതി മറന്നതാണ് നമ്മളത്. 80കളുടെ പകുതിയായപ്പോഴാണ് ഭാര്യയും ഭർത്താവും കാമുകരും വിദ്യാഭ്യാസം നമ്മൾ ഉയർന്നപ്പോ ഡോക്ടർ, എഞ്ചിനീയർ, വക്കീൽ, ഡോക്ടർ, അങ്ങനെ ജീവൻ നിലവാരം ഉയർന്നപ്പോഴാണ് നമ്മൾ അങ്ങോട്ടുള്ള പേര് വിളിക്കാൻ തുടങ്ങി. നാരായണ, ശോഭി, വർഗീസേ, റോസ്മിലി, ഇങ്ങനെ പേര് വിളിക്കുന്നു. പക്ഷെ ഇപ്പൊ എന്താ പറയാ, ഏതാ പോടായിട്ട് അപ്പുറത്തായിരിക്കും. ഇപ്പൊ പറഞ്ഞ ആളുകൾ കല്യാണം കഴിച്ചാൽ എന്റെ വീടിനടുത്തൊക്കെ ഒരു ഡോക്ടറും ഒരു എഞ്ചിനീയറും പോകാൻ വേണ്ടി 2 പേരും യൂറോപ്പിലാണ്. ഭാര്യ ഭർത്താവിനോട് എന്താടാ ഇവിടെ കുട്ടിയുടെ സാധനങ്ങൾ എടുത്തോടാ അങ്ങനെ പറയുന്ന പോലെയാണ്. ആടാ, പ്ലീസ് ഡാ, ഉണ്ടാ, ഐ ലവ് യു ഡാ, ഐ മിസ് യു ഡാ, പ്ലീസ് ഡാ, ആടാ, ഡൂഡാ. ഡൂഡാ എന്നുള്ള അർത്ഥതലങ്ങളൊക്കെ നിങ്ങൾ ഊഹിച്ചെടുത്താൽ മതി. അപ്പൊ ചേട്ടാമണിയുടെ കാലമാണ് ഏറ്റവും മനോഹരമായ പാട്ടുകളുടെ കാലം. പാട്ടുകളിലൂടെ നാം നമ്മളെ തിരിച്ചറിഞ്ഞ കാലം. പ്രണയ നായകന്മാരുടെ കാലം ആരായിരുന്നു? സുന്ദരിമാരെ കാണുമ്പോൾ അന്നും ഇന്നും നമ്മുടെ സന്തോഷമാണ്. സുന്ദരിമാരെ ഹൃദയത്തിലേക്ക് അയച്ച പൂവുകളാണ് ഓരോ പാട്ടുകളും. നായിക ശാരദയാണെങ്കിൽ വെറുമൊരു പാമരനാം പാട്ടുകാരൻ ഗണലോക വീഥികളിൽ വേണുമാട്ടിടയൻ പ്രാണസഖി. അല്ലിക്കുടങ്ങളിൽ അമൃതുമയിൽക്കും അജന്താ ശില്പമേ അലങ്കരിക്കൂ എന്നന്തപുരം. നായിക ജീവാദിയാണെങ്കിൽ അത് സംഗതി വേറെയാണ്. പണ്ടത്തെ നായികമാരെ കണ്ടിട്ടുള്ളൂ, എന്തായിരുന്നു അല്ലേ. ഇവിടുന്ന് ആ വിളക്കിന്റെ അവിടേക്ക് പോണെങ്കിൽ 2 ദിവസം. പണ്ടത്തെ നായിക ഇങ്ങനെ നോക്കി നായികമാര് തല്ലാൻ പറ്റുന്ന മാതിരിയാണ്. പണ്ടത്തെ നായികമാര് പതുക്കെ ഭൂമിയുടെ ഭാരം, അവരുടെ ഭാരം, മൊത്തങ്ങളുടെ ഭാരം വളരെ വെയിറ്റാ. ഇപ്പോഴത്തെ നായികമാര്
പറഞ്ഞവിടെ തല്ലാനാന്ന് വിചാരിച്ചു. കാരണം കാമുവിന്റെ അടുത്തേക്ക് പോവാ അവള് പോകുന്നത്. അപ്പൊ പണ്ടത്തെ നായിക എന്ന് പറഞ്ഞ ഭൂമിയെ നോക്കി കാമുകൻ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അവള് ഇതൊന്നും പറയണ്ട. അതുകൊണ്ടാണ് ആദ്യകാലത്ത് നായിക നടക്കുമ്പോൾ അവൾ നടന്നാൽ ഭൂമി ധരിക്കും, ആ കുളിരിൽ പൂക്കൾ വിടരും, അത് കണ്ടാൽ കരളിൽ കൊണ്ടാൽ ഏതും ഉള്ളും തൂലയാകും, ആ നവമാലികകൾ വാരിയണിയാൻ ഒരു സുന്ദരി നടന്നു പോകുമ്പോൾ അവളുടെ പദചലനം കൊണ്ട് മുള്ളു മുല്ലയാവുകയും ജീവിതം പൂന്തോട്ടമാവുകയും ചെയ്യുന്നതാണ് കവികൾ. ഇന്നങ്ങനെയല്ല നായിക നടക്കുമ്പോൾ നായകൻ പാടുന്നത് ഇത് പറയണ്ട. കോഴിയിറച്ചിയുടെ പാട്ട് കേട്ട് മടുത്തു. കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജനിച്ച വീണ കുഞ്ഞ് ആദ്യം ചോദിക്കുന്നത് ഈ ചിക്കൻ അല്ലെ ഒരുതരം രോഗം ബാധിച്ച പോലെയാണ്. കോഴികളെ ഓടി അതെ ഇവിടെ ഉണ്ട് കുട്ടികളുടെ എല്ലാം കഴിക്കാൻ ഈ കോഴി തിന്നത്. ഈ അടുത്ത കാലത്ത് കോഴികളൊക്കെ മീറ്റിംഗ് കൂടിയിരുന്നു. കള്ളക്കോഴികൾ ചോദിച്ചൊരു 10-60 കോഴികൾ ചോദിച്ചു, എന്താ അമ്മേ നമുക്ക് മാത്രം മനുഷ്യന്റെ പേരില്ലാത്തത്? പ്രവീൺ, രാജു, ഗോപാലൻ, വർഗീസ്, രാജി, കോയിനംകുട്ടി, എന്താ പേരില്ലാത്തപ്പോ കള്ളക്കോഴി മക്കളോട് പറഞ്ഞു നമുക്ക് ജീവിച്ചിരിക്കുമ്പോ എല്ലാ മക്കളെ പേര് ചാവുമ്പോഴാണ്. മനുഷ്യന്മാരെ നമ്മൾ കൊന്നു കഴിഞ്ഞു ഒരേ പേരാ. ചില്ലി ചിക്കൻ, ജിഞ്ചർ ചിക്കൻ, ബട്ടർ ചിക്കൻ, നരക ചിക്കൻ, അങ്ങനെ കോഴികൾക്ക് അങ്ങനെയാണ് പേര്. അപ്പോ കോഴികളെ കുറിച്ചുള്ള കോഴിയില്ലാതെ എന്റെ മാത്രം ഇപ്പോഴത്തെ കുട്ടികൾ ജനിച്ച ഉടനെ ചോദിക്കുന്നത് ഇപ്പൊ മൊബൈൽ ഫോണിൽ പറയാ. കുട്ടികൾ ജനിച്ച ഉടനെ എന്റെ വാട്സാപ്പ് അവിടെ ഞാനൊരു പടം സെൽഫി എടുത്തോട്ടേക്കാണ്. ജനിച്ച കുട്ടി വന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് അമ്മയും കുട്ടികൾ സെൽഫി എടുത്തിട്ട് അപ്പൊ പോസ്റ്റ് ചെയ്യും. ഇപ്പൊ അങ്ങനത്തെ ഒരു കാലാണ്. പിന്നെ മാത്രമല്ല കോഴി എന്ന് പറഞ്ഞാൽ മലയാളികൾ മുഴുവൻ ലോകം മുഴുവൻ കോഴി. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരൊക്കെ കോഴ. കോഴിയും തമ്മിലൊരു വള്ളിയുടെ വ്യത്യാസമുണ്ട്. ആ കോഴിയിൽ നിന്നോ വള്ളി എടുത്ത് എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കോഴിയാണ്. അതുകൊണ്ടാണ് ചില മന്ത്രിമാരൊക്കെ പണി അവസാനിപ്പിച്ച് പോയത്. 9 വർഷക്കാലം രാഷ്ട്രീയ പിന്നെ ഒരാളിനും 1 രൂപ പോലും ഞാൻ വാങ്ങിച്ചില്ല. അതുകൊണ്ട് ആരുടെ ഇരിക്കുന്നതിനെ പറഞ്ഞുണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ വെറുതെയാണ്. ഞാൻ പേരടിക്ക് പുസ്തകമാണ്. ഈ തുറന്ന പുസ്തകമായ എനിക്ക് ഒരാളിന് 1 രൂപ പോലും ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഞാൻ കണ്ടിട്ട് പോലുമില്ല. എല്ലാവരും പറയുന്നത് കോടിയെന്നാണ്. എന്തോ കോടി എന്ന് പറഞ്ഞ് ഞാൻ ആകെ പറഞ്ഞിട്ടുള്ളത് കാലിന്റെ ആ ലോട്ടറിയാണ് കോടിക്കണക്കിന് രൂപ. മലയാളികൾക്ക് നല്ലൊരു കാര്യത്തിന് വേണ്ടി പറഞ്ഞാൽ അതിന് കുഴപ്പമില്ല. എന്റെ പോലെ ആളുകൾ അത് പറയുന്നത് എനിക്ക് അറിയാൻ പറ്റില്ല. അവിടെ ഒരാൾ എണീറ്റ് പോകുന്നു. കാരണം പട്ടം കൊണ്ടോ നമ്മൾ രാജിവെക്കാൻ വേണ്ടി കാത്തിരുന്ന പോലാണ്. അപ്പൊ അതുകൊണ്ട് അവരിട്ടിരിക്കുന്ന അടുത്ത വസ്ത്രവുമാണ്. ഞാനാണെങ്കിൽ പൂവെള്ളയും. അപ്പൊ അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഇന്നേ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. അടുത്ത തരത്തിൽ നോക്കാമെന്നല്ലാതെ എനിക്കൊന്നും പറയാൻ എനിക്ക് പറ്റില്ല എന്ന് പറയുന്നു നമ്മുടെ. അല്ലെ എന്തൊരു ഭംഗിയുള്ള വാചകങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് സുന്ദരിയായ നായകൻ നടന്നു പോകുമ്പോ ഇപ്പൊ ഒരിക്കലും ഒരു നായകൻ അശ്വതി നക്ഷത്രമേ എൻ അഭിരാമ സങ്കൽപ്പമേ ഹൃദയാംബരത്തിലെ മുകിലാംബരത്തിലെ മലയാള മംഗല്യമേ എന്ന പാട്ടില്ല. അതുകൊണ്ടാണ് കോഴിപ്പാട്ടുകൾ. ഇനിയിപ്പോ ഞാനിവിടെ എന്താ മാങ്ങാക്കറി, എന്താ അങ്കമാലി മാങ്ങാക്കറി എന്ന് കേൾക്കുന്ന ആൾക്കാരെ അങ്കമാലിക്കറി. എന്നിട്ട് അതുകൊണ്ട് അങ്കമാലി മാങ്ങാക്കറി എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചു. അതിനകത്ത് മാങ്ങ ഈ നീളത്തിൽ ഇടുന്നത് മീനും കൂട്ടി ചേർത്തിട്ട് തേങ്ങയൊക്കെ അല്ലെ ഗംഭീരാണ്. അതിന്റെ കൂടെ നിരോധിച്ച സാധനം ഉണ്ടെന്ന് ബീഫ്,